പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാന്തെ വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിന് മുഴുവൻ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ. ആമേൻ. Praise the Lord. Praise the Lord. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സെപ്റ്റംബർ മാസത്തിൽ മാതാവിനോട് പ്രത്യേകം നമ്മൾ പ്രാർത്ഥിച്ച് ജപമാലയൊക്കെ ചൊല്ലി 8 നോമ്പൊക്കെ കഴിഞ്ഞ് ഓരോ മാസത്തിനും കഴിഞ്ഞ മാസങ്ങൾ അതിൻ്റെ പ്രത്യേകതകളൊക്കെ ഇങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പ്രാർത്ഥിച്ചു വരുന്നത് വളരെ അനുഗ്രഹമാണ്. ഇത് വലിയൊരു കൂട്ടായ്മയിലുള്ള ശുശ്രൂഷയാണ്. ബഹുമാനപ്പെട്ട സേവക വട്ടാരച്ചനും സൂചിയച്ചനും സാംസണച്ചനും എല്ലാവരും കൂടി ചേർന്ന് ഒരു ഒറ്റ ടീമായിട്ടുള്ള ഒരു ശുശ്രൂഷയാണത്. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയത്തിന് വേണ്ടി തന്നെ, ആ വചനങ്ങൾക്ക് വേണ്ടി തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചു വരുന്നതാണ്. നമുക്ക് കർത്താവിൻ്റെ സ്ഥലം എഴുന്നേറ്റ് നിൽക്കാം. കുട്ടികളൊക്കെ ചാടി എഴുന്നേറ്റോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ കൃപ നമ്മുടെ ജീവിതത്തിൽ ചോദിക്കണം. എല്ലാ ദിവസവും ഈശോയുടെ കൃപ ചോദിക്കണം. കൃപ നിറയാതെ പുറത്തിറങ്ങരുത്. പന്തക്കൊസ്തയ്ക്ക് ഒരുക്കം അല്ലെങ്കിൽ ഈശോയുടെ സ്വർഗാരോപണത്തോടനുബന്ധിച്ച് കർത്താവ് എന്താ പറഞ്ഞത്? ഉന്നതത്തിൻ്റെ ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ നഗരത്തിൽ തന്നെ താമസിക്കണം, അവിടെ തന്നെ വസിക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് എല്ലാ ദിവസവും നമ്മൾ കർത്താവിൻ്റെ കൃപ നിറഞ്ഞിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഞാനല്ല, എന്നിലുള്ള കൃപയാണ് അധ്വാനിച്ച സ്ലേഖ പറയുകയാണ്. എന്നെ ശക്തിയായി ഉണർത്തുന്ന കൃപ കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. യോദ്യത്തിനോട് പറയുകയാണ്, ഇതെല്ലാം പൂർത്തിയാക്കാൻ വേണ്ട കൃപ കർത്താവ് തരും. സങ്കീർത്തനം പറയുകയാണ്, ദൈവത്തിൻ്റെ കൃപ പ്രകടമാകാത്താണ് ദുഃഖത്തിൻ്റെ കാരണം. എല്ലാ ദിവസവും കൃപ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പൗലോസ് ശ്ലീഹ ഒറ്റ വാക്ക് പറയാം, കൃപ 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 നിറയട്ടെ. നമുക്ക് എഴുന്നേറ്റൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. കർത്താവെ സ്തുതിക്കുന്നു 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 ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു. ഹല 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 ഹല. കർത്താവെ ആരാധന ആരാധന ആരാധന. കർത്താവേ കർത്താവേ, ഞങ്ങളുടെ ബലഹീനതകളിൽ അവിടുന്ന് കൃപ ചൊരിയുന്ന ദൈവമാണല്ലോ. ഞങ്ങളുടെ കുറവുകളിൽ അവിടുന്ന് കൃപ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന ദൈവമാണല്ലോ. കർത്താവേ, കൃപ ചൊരിയണം, ഞങ്ങളെ ശക്തിപ്പെടുത്തണം, ഞങ്ങളെ ബലപ്പെടുത്തണം, മുന്നോട്ട് പോകാൻ ശക്തി ഞങ്ങൾക്ക് നൽകണം. പ്രാർത്ഥനാപൂർവ്വം പാടുകയാണ്. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. പ്രാർത്ഥിക്കാം. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. കരങ്ങളടിച്ച് പ്രാർത്ഥിക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ ബലഹീനതകളെല്ലാം സമർപ്പിക്കുകയാണ്. പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം, പെട്ടെന്ന് സങ്കടപ്പെടുന്ന അവസ്ഥകൾ, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം, ഒരൊറ്റ നിമിഷം കൊണ്ട് പാപത്തിലേക്ക് വീണ് പോകുന്ന അവസ്ഥകൾ, എത്ര തീരുമാനമെടുത്തിട്ട് നിലനിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, കർത്താവേ കർത്താവേ സഹായിക്കണം, കർത്താവെ സഹായിക്കണം. എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിടുന്നു. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിടുന്നു. കൈകൾ ഉയർത്തി കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും
കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല 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 ഹല. ഈശോയെ ആരാധന ആരാധന ആരാധന. കർത്താവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. കർത്താവേ കഴുകനേക്കാൾ വേഗത്തിൽ ഞങ്ങൾ തിരിച്ചു വരാൻ തക്കവിധം കർത്താവേ വീണ് പോകുന്നവന് തളർന്നവന് ബലം നൽകുന്ന ദൈവമാണല്ലോ അവിടുന്ന്. തിരിച്ചു വരാൻ കഴുകനെ പോലെ ചെറുകടിച്ച് ഉയർത്താൻ വീണവൻ എഴുന്നേക്കാൾ ക്രമം നൽകുന്ന കർത്താവേ ഞങ്ങളെ വീണ്ടും വീണ്ടും ശക്തിപ്പെടുത്തണമേ, വീണ്ടും വീണ്ടും ബലപ്പെടുത്തണമേ. കർത്താവിനെ കാത്തിരിപ്പോ ശക്തിയമിറങ്ങിയിടും. കർത്താവിനെ കാത്തിരിപ്പോ ശക്തിയമിറങ്ങിയിടും. കഴുകനെ പോലെ ചിറകടിച്ചുയരും തളർന്നു പോകാതെ ഓടിയിടും. ആമേൻ. കഴുകനെ പോലെ വിശ്വസിക്കുക, നീ ഉയരും, തളർന്നു പോകാതെ നീ കേറി വരും. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കരങ്ങൾ ഉയർത്തി കൃപയാലേ നിന്റെ ബിസിനസ്, നിന്റെ ജോലി, നിന്റെ കുടുംബം, നിന്റെ മക്കൾ, നിന്റെ തലമുറകൾ എല്ലാം ഉയർന്നു വരും. കഴുകനേക്കാൾ വേഗത്തിൽ നീ ചിറകടിച്ചുയരും. നീ തളർന്നു പോകാനുള്ളവനല്ല, നീ തകർന്നു പോകാനുള്ളവനല്ല, നീ തകർന്നു പോകാനുള്ളവനല്ല. നിന്നെ കർത്താവ് വീണ്ടും പണിതുയർത്തും. കർത്താവ് നിന്നെ ശക്തിപ്പെടുത്തും. കർത്താവ് നിനക്ക് ബലം തരും. നിന്റെ പഠനത്തെ കർത്താവ് അനുഗ്രഹിക്കും. നിന്റെ പഠനത്തെ കർത്താവ് അനുഗ്രഹിക്കും. നിന്റെ സാമ്പത്തിക കാര്യങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും. വിശ്വസിക്കുക മകനെ, വിശ്വസിക്കുക മകളെ, വിശ്വസിക്കുക. ആരാധന 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 ആരാധന. നിന്റെ ബലഹീനതകളെല്ലാം മാറും. നീ ഒരു വിശുദ്ധനായിട്ട് മാറ്റപ്പെടും. നിന്നെ കൊണ്ട് അത് പറ്റും. കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. ആരാധന 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 ആരാധന. ഹല 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 ഹല. നിനക്ക് വലിയ ശാന്തത കൈവരും. നിനക്ക് വലിയ വിശുദ്ധിയുടെ അഭിഷേകം കിട്ടും. നീ വചനം നന്നായിട്ട് പഠിക്കും. നിന്റെ പ്രാർത്ഥന പല വിചാരം മാറും. നീ നല്ലൊരു പ്രാർത്ഥന മനുഷ്യനായിട്ട് രൂപാന്തരപ്പെടും. ആരാധന 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 ആരാധന. നിന്റെ കുടുംബത്തിന്റെ വഴക്ക് മാറി നല്ല ശാന്തതയും സമാധാനത്തിൽ ഒഴുകുന്ന നദി പോലെ അത് നിലനിൽക്കും. ആരാധന 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 ആരാധന. കൂടുവിട്ട് പോയിരിക്കുന്നതിന്റെ മക്കൾ തിരിച്ചു വരും. പാപത്തിലേക്ക് പോയിരിക്കുന്നതിന്റെ മക്കൾ തിരിച്ചു വരും. നീ വിശ്വസിക്കുക, നീ വിശ്വസിക്കുക, നീ വിശ്വസിക്കുക. ആരാധന 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 ആരാധന. കർത്താവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. നമ്മൾ പ്രാർത്ഥിച്ചതും നമ്മൾ വിശ്വസിച്ചതും നമ്മൾ ഭാവനയിൽ കണ്ടതും എല്ലാം പരിശുദ്ധ അമ്മ വഴി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ ഏത് പ്രാർത്ഥനകളും അതതിൻ്റെ പൂർണ്ണതയിൽ ഫലദായകമായി തീരും. നിന്റെ പ്രാർത്ഥനകൾ നീ നടത്തിയതിനേക്കാൾ മനോഹരമായിട്ട് ദൈവസ്ഥാനം അർപ്പിക്കപ്പെടും. നീ അത് അമ്മയ്ക്ക് കൊടുത്താൽ. വിശുദ്ധ ലോയ്മോണ്ട് ഫോട്ട് പഠിപ്പിക്കുക. ഒരുപാട് വിശുദ്ധാത്മാക്കൾ പഠിപ്പിക്കുക. നമുക്ക് അർത്ഥം മനസ്സിലാക്കി നന്മ പറഞ്ഞവരൊക്കെ ചെല്ലുമ്പോൾ നന്നായിട്ട് ധ്യാനിച്ച് പ്രാർത്ഥിക്കണം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം തിരിച്ചു വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നതിനെ കുറിച്ചാണ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും യാത്രയ്ക്ക് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കും. യാത്രയ്ക്ക് പോകുമ്പോൾ ഇപ്പോൾ ഒരു വിദേശത്തേക്ക് ഒരു യാത്രയ്ക്കൊക്കെ പോകുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, വിസ, പാസ്പോർട്ട്, പിന്നെ അത്യാവശ്യ വട്ടച്ചെലവുള്ള കാര്യങ്ങൾ, ഓരോരോ ഒരുപാട്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുപോലെ തന്നെ തിരിച്ചു വരുമ്പോഴും ഒരു നല്ല ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ വരണം. തിരിച്ചു വരുമ്പോൾ ലഗേജൊക്കെ കൂടുതലായ വലിയ വിഷയമാവും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ വേണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയൊരു ദൈവ പൈതൽ ദൈവസന്നിധിക്ക് തിരിച്ചു വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. 51-ാം സങ്കീർത്തനത്തിൽ അതിൻ്റെ 13-ാമത്തെ തിരുവചനം, Psalm 51:13. അപ്പോൾ അതിക്രമികളെ ഞാൻ അങ്ങയുടെ വഴി പഠിപ്പിക്കും, പാപികൾ അങ്ങയുടെ പക്കലേക്ക് തിരിച്ചു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ,
എനിക്ക് അഭിഷേകാന്തി ശുശ്രൂഷയിൽ ശുശ്രൂഷ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ പിന്നെ ഈ ചെറിയ കുഞ്ഞുട്ടോക്കില്ലേ അതിൽ വചനങ്ങൾ പറയുമ്പോഴും പിന്നെ ഉള്ളത് കൺവെൻഷൻ താമസമുള്ള ധ്യാനങ്ങൾ ശുശ്രൂഷകളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് വലിയൊരു സന്തോഷം എന്നാണെന്നറിയാമോ? ദൈവജനം വചനം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ജനം കർത്താവിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മൾ കേട്ട വചനം. അതിക്രമികളെ വഴി പഠിപ്പിക്കുമ്പോൾ അവർ കർത്താവിലേക്ക് തിരിച്ചു വരും. അപ്പോൾ വചന ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് മനുഷ്യരുടെ ഹൃദയത്തിൽ അറിയാതെ തിരിച്ചു പോകണം. ഇങ്ങനെ പോയാൽ പോരാ, ഇത് പോക്ക് ശരിയല്ല, ഒരു മാറ്റം വരണമല്ലോ, എന്നെക്കുറിച്ചാണല്ലോ ഈശോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ വരിക സ്വാഭാവികമാണ്. അത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്, സംശയമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ തിരിച്ചു വരാനുള്ള ആഗ്രഹം വരുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. ഞാൻ അങ്ങനെ പല മനുഷ്യരെയും പലപ്പോഴും സെന്ററുകളൊക്കെ കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ കാര്യമൊക്കെ വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അങ്ങോട്ട് പറ്റില്ല. ഒരു 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 എന്തോ ഒരു പിടുത്തം പോലെ. ശരിയാണ് സഹോദരങ്ങളെ. അപ്പോൾ ഒരു ദൈവ പൈതലിന് തിരിച്ചു വരാനുള്ള ആഗ്രഹം പരിശുദ്ധാത്മാവ് കൊടുക്കുമ്പോൾ പരിശുദ്ധാരൂപയുടെ പ്രചോദനത്തോട് ചേർന്ന ആ വ്യക്തി എടുക്കേണ്ട ചില സ്റ്റെപ്പുകളെ കുറിച്ച് നമുക്ക് വചനത്തിലൂടെ മനസ്സിലാക്കാം. തിരിച്ചു പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് നാം എവിടെയാണ് നിൽക്കുന്നത് എന്നൊരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ വേണം. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? ആദ്യം ഫസ്റ്റ് വി ഹാവ് ടു റിയലൈസ് വെയർ വി ആർ. നമ്മൾ എവിടെയാണെന്നൊരു തിരിച്ചറിവ് വരണം. ലൂക്കായുടെ സുവിശേഷത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 17-18 തിരുവചനങ്ങൾ ധൂർത്തപുത്രനെ കുറിച്ച് വചനഭാഗമാണ്. ഞാൻ വായിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ വായിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുൻപിലും ഞാൻ പാപം ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ധൂർത്തപുത്രനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചുവരവിനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവൻ ആയിരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് നോക്കുകയാണ്. അവൻ ചുറ്റും തിരിഞ്ഞ് നോക്കുമ്പോൾ കാണുന്നത് കുറച്ച് പന്നിക്കൂട്ടവും അതിന് കുറച്ച് മുമ്പ് കുറച്ച് തരത്തിലുള്ള ഈ ലോകത്തിൻ്റെ മഹാമോഹങ്ങളിൽ എല്ലാം ആയിരുന്നു. ദൈവമേ, ഞാൻ എവിടെ ഇരിക്കേണ്ട ആളാണ്, ഞാൻ ഏത് ലെവലിൽ പോകേണ്ട ആളാണ്, ഞാൻ എന്താ എനിക്ക് പറ്റിയത്, ഏതെന്നെ കണ്ണ് കെട്ടി പോലെ വായ പോലെ ആയി പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ധൂർത്തപുത്രൻ അവിടെ നിന്ന് വാവിട്ട് കരഞ്ഞ് പിതാവിനെ വിളിച്ച് തിരിച്ചു പോകാൻ. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ധൂർത്തപുത്രൻ എന്ന് പറയുന്ന ആള് നല്ല പുത്രനായിട്ട് അല്ലെങ്കിൽ വീട്ടിലായിരുന്ന കാലമായിരുന്നു അപ്പൻ്റെ കൂടെ ഏതൊക്കെ ലെവലിരിക്കേണ്ട ആളായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈശോ പറഞ്ഞിട്ടില്ലേ, സ്വർഗത്തിൽ നിങ്ങൾക്കൊരു വാസസ്ഥലമുണ്ട്, അതൊരുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവുക, അതിനുശേഷം ഞാൻ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് പോകും. അതുകൊണ്ടല്ലേ വിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ കർത്താവിൻ്റെ അടുക്കലേക്ക് അല്ലെങ്കിൽ ഈശോ വിളിച്ചു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ വത്തിക്കാൻ പത്രങ്ങൾ എഴുതിയുണ്ട് അല്ലേ, ഈശോ മാർപ്പാപ്പയെ വിളിച്ചു കൂട്ടിക്കൊണ്ട് പോയി എന്നല്ലേ എഴുതിയത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവം, നീ എവിടെ ഇരിക്കേണ്ട ആളാ, നീ ഇപ്പൊ എവിടെയാ, വേർ യു ആർ, നീ എവിടെയാ? നമ്മൾ എവിടെയാണ് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നമ്മൾ ചുറ്റും നോക്കുമ്പോൾ എന്ത് കാണുന്നു അതാണ് നീ ആയിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. നമ്മൾ ആയിരിക്കുന്ന സ്ഥലം ചുറ്റും തിരിഞ്ഞോ. ചില ആൾക്കാർ തിരിഞ്ഞു നോക്കുമ്പോൾ ചുറ്റും മീഡിയ മാത്രമേ കാണുകയുള്ളൂ, ചില ആൾക്കാർ തിരിഞ്ഞു നോക്കുമ്പോൾ മദ്യക്കുപ്പികളെ കാണുകയുള്ളൂ, ചില ആൾക്കാർ തിരിഞ്ഞു നോക്കുമ്പോൾ കലകവും വഴക്കവും ചീത്തവിളി മാത്രമേ കാണുകയുള്ളൂ, ചില ആൾക്കാർ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ടൈം ബിസിനസിന്റെ 100 ആലോചന വ്യഗ്രതയുമായിരിക്കും. പക്ഷെ നീ എവിടെ ഇരിക്കേണ്ട ആളാ? അതുകൊണ്ട് തിരിച്ചു വരാൻ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുമ്പോൾ ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമെന്ന് പറയുന്നത് ഞാൻ എവിടെയാണെന്ന് മനസ്സിലാക്കണം. ഒന്ന് ചുറ്റും തിരിഞ്ഞ് നോക്കണം. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് പോയിന്റായിട്ടൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പതിവെന്ന് എനിക്ക് അറിയാം. കാരണം ചില വിഷയം ഇങ്ങനെ എടുക്കുമ്പോൾ നിങ്ങളെ പോയിന്റൊക്കെ ഓർമ്മയിൽ ചില വാട്സപ്പ് മെസ്സേജ് ഒക്കെ വിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ എവിടെയാണ് നമ്മൾ തിരിച്ചറിഞ്ഞാൽ ഇനി എവിടേക്ക് പോകണം എന്ന് തിരിച്ചറിയണം. തിരിച്ചു പോകേണ്ട സ്ഥലം ഏതാണ് എന്നൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ഉറപ്പിക്കണം. ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ വിദേശത്തേക്കൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ അവധിക്ക് പോകുമ്പോൾ നമ്മുടെ സ്ഥലമുണ്ട്, നമുക്ക് വീടുണ്ട്. ഒരു പക്ഷേ കാരണവന്മാരൊക്കെ വരച്ചോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു വീടില്ലെങ്കിൽ നമ്മളൊരു ഫിക്സ് ചെയ്യാം. ഓക്കെ, എന്നാൽ പിന്നെ ഒരാഴ്ച ചേട്ടൻ്റെ അടുത്ത് താമസിക്കാം, ഒരാഴ്ച പെങ്ങളുടെ അടുത്തുനിന്ന് പോകാം എന്നൊക്കെ ചില തീരുമാനങ്ങൾ എടുക്കും. അങ്ങനെ തീരുമാനം എടുത്തിട്ട് താമസിക്കാനൊക്കെ ഉള്ള സ്ഥലം ഫിക്സ് ചെയ്തിട്ടില്ലേ തിരിച്ചു വരികയുള്ളൂ.
അല്ലാതെ വെറുതെ എന്നാ പിന്നെ കേരളത്തിൽ വന്നു സ്റ്റാൻഡിൽ വന്ന് ലാൻഡ് ചെയ്തേക്കാം എന്ന് ചിന്തിക്കില്ലല്ലോ. പറഞ്ഞു ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ 33-ാം തിരുവചനം. അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. അവിടെ കൂടിയിരുന്ന 11 പേരെയും അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും കണ്ടു. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ധൂർത്തപുത്രൻ സ്ഥലം വിട്ടു പോയതുപോലെ തന്നെ തിരിച്ചുപോയ 2 ടീമുകളാണ് എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാര്. അവർ ജെറുസലേമിൽ നിന്ന് എമ്മാവുസിലേക്ക് പോവുകയാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരിങ്ങനെ പോണ സമയത്ത് ഈശോ കൂടെ നടക്കുന്നു. ഈശോ കൂടെ നടന്നിട്ട് ചെയ്യുന്ന കാര്യം എന്താ? വചനം അങ്ങോട്ട് വ്യാഖ്യാനിച്ച് കൊടുക്കുകയാണ്. നോക്ക്, വചനം അങ്ങോട്ട് വ്യാഖ്യാനിച്ച് കൊടുത്തപ്പോൾ അവർക്ക് തിരിച്ചു പോകണമെന്നൊരു തോന്നല്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആദ്യത്തെ വചനം ഓർത്ത്, ഞാൻ അതിക്രമങ്ങളെ വഴി പഠിപ്പിക്കും, അപ്പോൾ ജനം തിരിച്ചു വരും. ഉടനെ തന്നെ അവരെങ്ങോട്ട് തിരിച്ചു പോകുന്നത്? അവർ വേഗം ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. എന്നിട്ട് ആ വചനത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? അവിടെ കൂടിയുണ്ടായിരുന്ന 11 പേരെയും അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും കണ്ടു. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അതുകൊണ്ട് എൻ്റെ സഹോദരൻ, തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഡെഫിനറ്റ് ആയിട്ടൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. എവിടേക്കാണ് തിരിച്ചു പോകേണ്ടത്? നീ തിരുസഭയുടെ കൂട്ടായ്മയിലേക്കാണ് തിരിച്ചു പോകേണ്ടത്. നീ പരിശുദ്ധ കുർബാനയുള്ള സ്ഥലത്തേക്കാണ് തിരിച്ചു പോകേണ്ടത്. ദേവാലയമുള്ള സ്ഥലത്തേക്കാണ് തിരിച്ചു പോകേണ്ടത്. പരിശുദ്ധ അമ്മയുള്ള സ്ഥലത്തേക്കാണ് തിരിച്ചു പോകേണ്ടത്. അപ്പസ്തോലന്മാരുടെ അടിത്തറയിട്ട കർത്താവിന്റെ സഭയിലേക്കാണ് തിരിച്ചു പോകേണ്ടത്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അത്ര മനോഹരമായിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ. അവിടെ അപ്പസ്തോലന്മാരുണ്ട്, അപ്പസ്തോലിക സഭയാണ്. പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധ അമ്മയുള്ള സഭയാണ്. അവിടെയാണ് ജെറുസലേം. അവിടെ ദേവാലയമുണ്ട്, അവിടെ വിശുദ്ധ കുർബാനയുണ്ട്, അവിടെ ദൈവാരാധനയുണ്ട്, അവിടെ പ്രാർത്ഥനയുണ്ട്, അവിടെ സഭയുണ്ട്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, ഇന്നത്തെ കാലഘട്ടത്തിൽ വചനം കേട്ട് ഒരുപാട് മനുഷ്യർ കൂട് തെറ്റി ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ചേക്കേറുകയാണ്. അങ്ങനെ പോകരുത്. പോകേണ്ട സ്ഥലമെന്ന് പറയുന്നത് ദേവാലയമുള്ള സ്ഥലം, അപ്പസ്തോലികമായ പരിശുദ്ധ അമ്മയുള്ള ദേവാലയ വിശുദ്ധ കുർബാനയുള്ള ആരാധനയുള്ള സ്ഥലത്തേക്ക് പോകണമെന്നാണ് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്നത്. അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഒരു ആഴത്തിൽ പഠിക്കാൻ ഹോസിയ പ്രവചനത്തിൽ 3-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാം തിരുവചനം വളരെ നല്ലതാണ്. പിന്നീട് അവർ തിരിച്ചു വന്ന് തങ്ങളുടെ ദൈവമായ കർത്താവിനെയും രാജാവായ ദാവീദിനെയും അന്വേഷിക്കും. ആ നാളുകളിൽ ഭയഭക്തികളോടെ അവർ കർത്താവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരും. അവിടുത്തെ കൃപയ്ക്ക് അവർ പാത്രമാവും. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ ഉപേക്ഷിച്ച് അന്യദേവന്മാരുടെ പിന്നാലെയൊക്കെ പോകുന്ന ആ ദൈവജനം തിരിച്ചു വരുന്നതിനെ കുറിച്ച് പറയാം. അവരെ കർത്താവിനെ മാത്രമല്ല അന്വേഷിക്കുന്നത്, പിന്നെയോ രാജാവായ ദാവീദിനെയും കൂടി അന്വേഷിക്കുമെന്ന് പറയുക. അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് കർത്താവ് മാത്രം വേണ്ടി, സഭ മാത്രം വേണ്ട എന്ന് പറയുന്ന രക്ഷപ്പെടാൻ വിചാരിച്ച് പോകരുത്. എന്നിട്ട് പറയാണ്, ദാവീദ് രാജാവിനെ അവർ അന്വേഷിക്കുകയാണ്. അതിനകത്ത് കാര്യമുണ്ട്. ദാവീദ് രാജാവ് നേതൃത്വമാണ്, മാർപ്പാപ്പ നേതൃത്വമാണ്, വികാരിച്ചൊരു നേതൃത്വമാണ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അങ്ങനെയാണെങ്കിൽ ഭയഭക്തികളോടെ അവർ തിരിച്ചു വരും. നമ്മൾ മുമ്പേ പാട്ടിൽ പാടിയതുപോലെ കർത്താവിന്റെ കൃപയ്ക്ക് അവർ പാത്രമാവും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, നമ്മൾ എവിടെയാണ് തിരിച്ചു വരേണ്ടത്. രണ്ടാമത്തെ കാര്യം, തിരിച്ചു പോരേണ്ട സ്ഥലമെന്ന് പറയുന്നത്, നമ്മളൊരു ബോധ്യം കിട്ടിയാൽ പിന്നെ ഇടവക ദേവാലയത്തിലേക്ക് പോകണം, കുറേ മണിക്കൂറുകൾ അവിടെ ആരാധനയ്ക്ക് മുമ്പിലിരിക്കണം, വിശുദ്ധ കുർബാനയ്ക്ക് പോകണം, പ്രാർത്ഥിക്കാൻ സമയം ചെലവഴിക്കണം. പറഞ്ഞ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. മൂന്നാമത്തെ മേഖല എന്ന് പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, തിരിച്ചു വരേണ്ട സ്പീഡ് നമ്മൾ ഓർക്കണം. ബാറൂക്കിന്റെ പുസ്തകം 4:28 വചനം. ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിന്റെ 10 ഇരട്ടി തീക്ഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ തേടുവിൻ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. എത്ര ബൈബിൾ എത്ര കൃത്യം അക്കമിട്ട് എഴുതി വെച്ചിരിക്കുകയല്ലേ. സ്ഥലം തിരിച്ചറിയണം, പോകേണ്ട സ്ഥലം ഫിക്സ് ചെയ്യണം, സ്പീഡ് പോലും അഡ്ജസ്റ്റ് ചെയ്ത് പോകണം അല്ലേ. സ്പീഡ് പോലും അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിന്റെ 10 ഇരട്ടി സ്പീഡ് എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാനായിട്ട് ഹൈ സ്പീഡായിരുന്നല്ലോ. ഒരൊറ്റ വികാരം, കണ്ണടച്ച് തുറന്നു, നേരെ പാപത്തിൽ ചെന്നിയാടി. ഒറ്റ സെക്കൻഡ് കൊണ്ട് തലക്കദോഷത്തിൽ ചെന്നിയാടി. ഒറ്റ സെക്കൻഡ് കൊണ്ട് മദ്യപാനത്തിൽ ചെന്നിയാടി. ഒറ്റ സെക്കൻഡ് കൊണ്ട് അവർ വിളിച്ച് വിചാരത്തിന് പോയി. എന്നാ സ്പീഡിലാ പാപത്തിലേക്ക് പോണത്. അതിന് വെളിപ്പെടുത്താം, നീ ആ പാപത്തിലേക്ക് പോയൊരു സ്പീഡ് ഉണ്ടല്ലോ, അതിനേക്കാൾ 10 ഇരട്ടി തീക്ഷ്ണതയോടെ നീ തിരിച്ചു വരണം. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. തിരിച്ചു വരവെന്ന് പറയുന്നതിന് ആലോചിച്ച് ഉറപ്പിച്ച് നിൽക്കാണ്ട് സമയമില്ല. അതൊരു ഹൈ സ്പീഡാണ്. നീ ഒരു പാപത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഏതായാലും 2 ആഴ്ച കഴിയട്ടെ. ചില മനുഷ്യർ അങ്ങനെയുണ്ട്.
ഏതായാലും പാപത്തെ വീണു, ഇനി അടുത്ത കുമ്പസാരം വഴി കുറച്ച് പാപത്തിലങ്ങ് പോകാം. എന്തൊരു സ്ഥിതിയാന്ന് ചോദിക്കും. എൻ്റെ ദൈവം ഇതിൽ അങ്ങനെയല്ല, തിരിച്ചു വരാനാണ് സ്പീഡ് കൂട്ടിയിടേണ്ടത്. ആംബുലൻസ് പോണ പോലെ പോണമെന്ന് യേശയ്യാ 30:15 പഠിപ്പിക്കുക. തിരിച്ചു വന്ന് സ്വസ്ഥമായി ഇരുന്നാൽ നീ രക്ഷപ്പെടും. തിരിച്ചു വന്ന് സ്വസ്ഥമായി ഇരുന്നാൽ നീ രക്ഷപ്പെടും. തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്ന നീ രക്ഷപ്പെടും. അതുകൊണ്ട് താമസിക്കരുത്. എൻ്റെ സഹോദരങ്ങളെ, പാമ്പ് കടിച്ചാൽ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ താമസിക്കുമോ? പൊള്ളയേറ്റ് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ എത്താൻ താമസിക്കുമോ? ചിന്തിച്ചു നോക്കിയേ. ഒരു ആക്സിഡന്റ് ഉണ്ടായി, എത്ര വേഗം ഓടി എത്തിക്കാനല്ലേ നോക്കണത് എന്ന് പറയുന്നത് പോലെയാണ് സാർ. തിരിച്ചു വരുന്നത് ഒരു ഹൈ സ്പീഡ് വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നാലാമത്തെ സംഗതി, തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട വളരെ പ്രധാനപ്പെട്ടതാണ് തിരിച്ചു വരാനുള്ള സഹായം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മളൊരു അപകടത്തിൽപ്പെട്ട്, നമ്മളൊരു കെണിയപ്പെട്ട്, നമുക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല, ഒരു ആക്സിഡന്റ് ആയിട്ട് കിടക്കുകയാണ്. സോ വി നീഡ് ദ ഹെൽപ്പ്. ചിലപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാളെ വിളിച്ച് കരയാൻ പോലും പറ്റാത്ത സ്ഥിതി, ഉറക്കം വിളിക്കാൻ പോലും പറ്റുന്നില്ല. ആ സമയത്ത് എൻ്റെ സഹോദരൻ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് ഒരു ബോധം കെട്ട് പോയിട്ടില്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു സംഗതി വരും, ആരെങ്കിലും ഒന്ന് സഹായിച്ചായിരുന്നെങ്കിൽ എന്ന് പറയുന്നത് പോലെയാണ്. നീ കർത്താവിൽ നകന്ന് ഒരു പ്രത്യേക അവസ്ഥയിലായിരിക്കുകയാണെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, നീ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ചുകൊണ്ടിരിക്കണം. എൻ്റെ പരിശുദ്ധാത്മാവിനെ സഹായിക്കണം. ഹോസിയ പ്രവചനത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 6-ാം തിരുവചനം നല്ല വചനമാണ്. കുഞ്ഞുങ്ങളും മുതിർന്നവരൊക്കെ ചേർന്ന് ഉറക്കെ വായിക്കാം. ആകയാൽ നിന്റെ ദൈവത്തിൻ്റെ സഹായത്തോടെ തിരിച്ചു വരിക. ആകയാൽ നിന്റെ ദൈവത്തിൻ്റെ സഹായത്തോടെ തിരിച്ചു വരണം. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, പാപത്തിലേക്ക് പോകാൻ ആരുടെ സഹായം ആവശ്യമില്ല. നമ്മൾ തന്നെ അങ്ങ് മനസ്സ് വെച്ചാൽ മതി. ഉദാഹരണം പറയാം, ഒരു കിണറ്റിലോട്ട് എടുത്ത് ചാടാൻ ആരുടെയെങ്കിലും സഹായം വേണോ? പോയി നിൽക്കുക, എടുത്ത് ചാടുക. പക്ഷെ തിരിച്ചു കയറണമെങ്കിൽ ആരുടെയെങ്കിലും സഹായം വേണം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് എൻ്റെ സഹോദരങ്ങളെ, വി നീഡ് ദ ഹെൽപ്പ് ഓഫ് ഹെവൻ. സ്വർഗത്തിൻ്റെ സഹായമില്ലാതെ ഒരാൾക്ക് തിരിച്ചു വരാൻ പറ്റിയല്ല. പുതിയ മദ്രീസ പഠിപ്പിച്ചു, ആരാ സഹായകൻ? പരിശുദ്ധാത്മാവാണ് സഹായകൻ, പരിശുദ്ധാരൂപിയാണ് സഹായകൻ, റുവാദ് ഖുദ്സിയാണ് സഹായകൻ. അതുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ നിന്നിരിക്കുന്ന സ്ഥലം ഓർക്കണം, അല്ലേ? പിന്നെ തിരിച്ചു വരാനുള്ള സ്ഥലം ഫിക്സ് ചെയ്യണം. അതുപോരാ, പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണേ, എന്നെ രക്ഷിക്കണമേ, അതുകൊണ്ട് ആമുഖത്തിൽ കൃപ തൂകണമേ, കഴുകനേക്കാൾ വേഗത്തിൽ ചിറകടിച്ചു വരാൻ കൃപ തൂകണമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയല്ലേ? അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 5-ാമത്തെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലിരുത്തണം. 5-ാമത്തെ കാര്യം ഇങ്ങനെയാണ്, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ തിരിച്ചു വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, സഹായമൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ചില തടസ്സങ്ങളുണ്ടാവും. ഹോസിയ പ്രവചനത്തിൽ 5-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാമത്തെ തിരുവചനം, തങ്ങളുടെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല. കാരണം വ്യഭിചാര ദുർബോധം അവരിൽ കുടികൊള്ളുന്നു, അവർ കർത്താവിനെ അറിയുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ കാലൊരു വള്ളി കെട്ടി കിടക്കുകയാണെങ്കിൽ തിരിച്ചു വരാൻ പറ്റിയല്ല. ആദ്യം തന്നെ ആ വള്ളിയുടെ കെട്ടുപൊട്ടിക്കണം എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. കാര്യം നന്നാവണമെന്ന് ആഗ്രഹമുണ്ട്, കാര്യം കൂടി നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്, ഈ ചീത്ത കൂട്ടുകാരുടെ ഉപേക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ചീട്ടുകളെ നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പറ്റുന്നില്ല. കാരണം എന്താ? ആ പാപത്തിൻ്റെ ദുർബോധം, ആ പാപത്തിൻ്റെ അരൂപി ആ വ്യക്തി അങ്ങനെ പിടിച്ചു കെട്ടിയിട്ടിരിക്കുകയാണ്. അവർ കുടികൊള്ളുവാണ്, വിടുന്നില്ല. അതുകൊണ്ട് തന്നെ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പാപവുമായി ബന്ധപ്പെട്ട സമസ്ത മേഖല ഒരു ഘട്ടം, ഒരു വേണ്ടാന്ന് വയ്ക്കൽ, ഒരു നോ പറയൽ വയ്ക്കാതെ പറ്റിയല്ല. അതിന് വരുമാനങ്ങളൊക്കെ ചിന്തിക്കരുത്, അതിന് ഭാവിയിലുള്ള പ്രത്യാഘാതങ്ങൾ ചിന്തിക്കരുത്. അത് ദൈവം പരിഗണിക്കും. നിങ്ങൾ ഇന്ന് ചോദിക്കേ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൻ്റെ 22-ാം തിരുവചനം. ഈ വചനം കേട്ട് ആ യുവാവ് സങ്കടത്തോടെ തിരിച്ചുപോയി. എന്താ കാരണം? അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം അവനെ സമ്പത്ത് ഉപേക്ഷിക്കാൻ റെഡിയല്ല. പക്ഷേ ദൈവത്തെ അനുഗമിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പണ്ടൊരു ചൊല്ലിന് എന്താണ്? ഉത്തരത്തിലിരിക്കുന്ന എടുക്കുകയും ചെയ്യണം, കഷ്ടത്തിലിരിക്കുന്നത് അത് നടക്കില്ല. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 6-ാമത്തെ കാര്യം, ഒരു ദൈവ പൈതൽ അതെല്ലാം കട്ട് ചെയ്തു തിരിച്ചു വന്നാൽ ചെയ്യേണ്ടത്. ലൂക്കായുടെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ 18-ാം തിരുവചനം, ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലേ? ഈശോയെ മഹത്വപ്പെടുത്തുന്ന പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കണം. അതെന്താണത്? ലൂക്കായുടെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ 39-ാം തിരുവചനം,
നീ വീട്ടിലേക്ക് തിരിച്ചു പോയി ദൈവം നിനക്ക് ചെയ്തതെന്ന് അറിയിക്കുക. അവൻ പോയി യേശു തനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ പട്ടണം മുഴുവൻ പ്രസിദ്ധമാക്കി. ആദ്യത്തേത് കുഷ്ഠരോഗിയാണെങ്കിൽ രണ്ടാമത്തേത് പിശാച് ബാധിതനാണ്. ആ പിശാച് ഒഴിഞ്ഞു പോയപ്പോൾ അവൻ ചെയ്തതെന്താ? അവൻ പോയിട്ട് എൻ്റെ യേശു എന്നെ രക്ഷിച്ചു, യേശു എനിക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു തന്നു എന്ന് പറഞ്ഞിട്ട് അറിയിക്കല്ലേ. ലൂക്ക 19:8 സക്കൈവസ് എഴുന്നേറ്റെന്ന് പറഞ്ഞു, ഇതാ ഞാൻ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു, 4 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുന്നു. കണ്ടോ എന്ന് പറഞ്ഞാൽ ഒരു പരിഹാരത്തിൻ്റെ ജീവിതത്തിലേക്ക് വരിക. തിരിച്ചു വന്ന ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഒരു പരിഹാര ജീവിതം. ഒരു കാലഘട്ടത്തിൽ നമ്മൾ പോലും അനേകർ പാപത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അനേകം പേരെ തിരിച്ചു കൊണ്ടുവരണം. 7ാമത്തേതും അവസാനത്തേതുമായ കാര്യം അതിതാണ്, മറ്റുള്ളവരെ ശക്തിപ്പെടുത്തണം. ലൂക്കായുടെ വിശേഷത്തിൽ 22-ാമത്തെ അധ്യായത്തിന് 32-ാം തിരുവചനം, എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരനെ ശക്തിപ്പെടുത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസിലേക്കായ പിശാച് അതുപോലെ പീഡിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ പ്രാർത്ഥിച്ച പത്രോസിനെ ശക്തിപ്പെടുത്തണം, നീ തിരിച്ച് നിന്റെ സഹോദരന്മാരെ ശക്തിപ്പെടുത്തണം. ശമരിയക്കാരി എന്താ ചെയ്തത്? ഈശോ അവളെ ശക്തിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന പട്ടണത്തിലുള്ള അനേകരെ ശക്തിപ്പെടുത്തി യേശുവിലേക്ക് എത്തിച്ചില്ലേ? പൗലോസിലേക്കായ എന്താ ചെയ്തത്? ഒരു കാലത്ത് ക്രിസ്ത്യാനിന്റെ പേര് കേട്ട് അനേകരെ കൊന്നിട്ടിരുന്ന ആള് എത്ര പേരെ ഉയർപ്പിച്ച്, എത്ര സഭയെ എത്ര പേരെ ശക്തിപ്പെടുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. 7 ഒരു പൂർണ്ണതയായതുകൊണ്ട് ഈ 7 കാര്യങ്ങൾ ആരാധന സമയത്ത് കർത്താവ് ഒരു കൃപയായി നിങ്ങൾക്ക് തരട്ടെ. ബറോക്കിന്റെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 28-ാം തിരുവചനം നമുക്ക് വീണ്ടും ഓർക്കാം. മകനെ മകളെ, നീ കർത്താവിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീക്ഷ്ണതയോടെ തിരിച്ചു വരിക. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. ദൈവമേ, ഞങ്ങൾ ആവശ്യിക്കുന്ന അവസ്ഥകൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, ഞങ്ങൾ പോകേണ്ട സ്ഥലം ഞങ്ങൾക്ക് അറിയാം. ദൈവമേ, പക്ഷെ തിരിച്ചു വരാൻ പറ്റാത്ത വിധം ചില കെട്ടുപാടുകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. തിരിച്ചു വന്നാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ട്. കർത്താവെ, സഹായം തരണം. പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം. കൃപ തരണം കർത്താവെ. എങ്ങനെയെങ്കിലും ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന്, പാപത്തിൻ്റെ ചെടിക്കുഴികൾ, പാപത്തിൻ്റെ കൂട്ടുകളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ദൈവമേ അങ്ങോട്ട് ലയിക്കാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങൾ കൃപ നൽകണമേ. ഓരോരുത്തരും ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുകയാണ്. വൈകിടല്ലേ ദൈവമേ, സ്നേഹവും കരുണയും നിറയ്ക്കണേ എന്നിൽ. എഴുന്നള്ളിടുവാൻ വൈകിടല്ലേ ദൈവമേ, സ്നേഹവും കരുണയും നിറയ്ക്കണേ എന്നിൽ. 10 ഇരട്ടി സ്നേഹമോടെ തിരിച്ചു വന്നിടാം ഞാൻ. വീണ്ടും എന്നെ വഹിക്കണേ നിൻ വിരിച്ച ചിറകുകൾ. 10 ഇരട്ടി തിരിച്ചു കൃപ ധരണം കർത്താവ്. 10 ഇരട്ടി സ്നേഹമോടെ തിരിച്ചു വന്നിടാം. വീണ്ടും എന്നെ വഹിക്കണേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന കർത്താവേ, ആരാധന, 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 ആരാധന. ഈശോയെ വിളിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ വർഷിക്കപ്പെടും. കൈകൾ ഉയർത്തി